ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളതേ ഇത് ഈ താഴെ കാണുന്ന ഈ രണ്ട് ചെറിയൊരു ഫ്ലവർ കണ്ടോ, നമ്മുടെ ഡ്രസ്സിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ. ഇപ്പം ടീഷർട്ടിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ ചുരിദാറിലായിരുന്നാലും ശരി, ഷോളിലായിരുന്നാലും ശരി ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലവറിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പെൻസിലും ഒരു നൂല് മാത്രം മതി. അപ്പോൾ ഈ പെൻസിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ സംഭവം ഫസ്റ്റ് ഒരു 2-3 നൂലേഴ വീതിയിൽ സൂചി അടിയിൽ നിന്ന് കുത്തി അതേ ഒരു 4 നൂല് വീതിയിൽ താഴോട്ട് കുത്തി ഇറക്കുക. എന്നിട്ട് ആ നൂല് മൊത്തത്തിൽ വലിച്ച് താഴോട്ട് ഇറക്കുന്നതിന് മുന്നേ ഈ പെൻസിലിൻ്റെ ആ മുനയുള്ള ഭാഗം വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു ചെറുതായിട്ടുള്ള ഒരു സംഭവം കിട്ടത്തുള്ളൂ. ശേഷം ഇതുപോലെ കാണുന്ന പോലെ നൂലെടുക്കുമ്പോൾ തന്നെ ഡബിൾ ലെയർ ആയിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ കാണുന്ന പോലെ ഒരു 5 റൗണ്ട് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിന് ശേഷം ബാക്കിലോട്ട് ഒരു 2 റൗണ്ട് ഗ്രീൻ കളറിൽ, നമ്മുടെ ലീഫൊക്കെ വേണമല്ലോ, ലീഫും സ്റ്റെമ്മൊക്കെ ഒരു നീല കളറിൽ പച്ച കളറിൽ ഇരുന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ലെയർ അങ്ങനെ ചെയ്തിട്ട് മൂന്നാമത്തെ സംഭവം സൂചി കുത്തി പുറത്തോട്ട് എടുത്തതിന് ശേഷം ആ പെൻസിൽ ഊരി എടുക്കുക. നൂലിന് അകത്തുകൂടെ ഈ സൂചി കുത്തി വെളിയിലോട്ട് എടുക്കുക. ശേഷം ഇതിങ്ങനെ നേരെ താഴോട്ട് വലിക്കുക. ഒരു 1/2 ഇഞ്ച് നീളത്തിന് താഴോട്ട് കുത്തി കൊടുക്കുക. ശേഷം നമ്മൾ മറ്റേ ലേസി സ്റ്റിച്ച് 2 സൈഡിലായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സൂചിയുടെ നൂല് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രം ലേസി സ്റ്റിച്ച് കൊടുത്തത്, അല്ലാതെ 2 സ്ഥലത്തും കൊടുക്കുക. താഴത്തെ 2 ഫ്ലവർ കണ്ടല്ലോ എന്ത് ഭംഗിയാണെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫ്ലവറിൽ ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പിങ്ക് കളർ ഫ്ലവറിൽ അങ്ങനെയല്ല ചെയ്ത്, എല്ലാ സൈഡും ഒരേ വലിപ്പത്തിന് മാത്രം നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പെൻസിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് ആക്കി എടുത്തിട്ടാണ് ചെയ്തത്. ഇനി ഫസ്റ്റ് കാണുന്നിടത്ത് സെയിം മെത്തേഡിൽ തന്നെ ആദ്യം ഒരു 4 നൂലേഴ വീതിയിൽ സൂചി കുത്തണം എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഫസ്റ്റത്തേതിൽ അങ്ങനെയല്ല. സൂചി ഒരെണ്ണത്തുനിന്ന് കുത്തിയെടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ കുത്തി താഴോട്ടിട്ടതിന് വലിച്ചതിന് ശേഷമാണ് പെൻസിൽ വെച്ചിട്ട് വേണ്ടി ഈ 5 റൗണ്ട് ചെയ്ത് ഗ്രീൻ കളറും ചെയ്ത് ഇതുപോലത്തെ സ്റ്റെമ്മ് വരച്ച് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ 3 മെത്തേഡാണ്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ ഈ ഫ്ലവറിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അതൊരു കാണിക്കുന്ന പോലെ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് എനിക്ക് ഫ്ലോപ്പായി പോയി കേട്ടോ. പിന്നെ എൻ്റെ തലയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതെങ്ങനെ ചെയ്ത ഈ ഒരു കൂർപ്പ് മുകളിലോട്ട് കിട്ടുമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.